അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നമ്മുടെ എമ്പുരാൻ്റെ റിവ്യൂ ഇടാനായിട്ട് വന്നതാണ്. എൻ്റെ പേര് രാജ്. ഞാനിപ്പോൾ തന്നെ ഫസ്റ്റ് ഷോ കണ്ടിട്ട് വന്നേ ഉള്ളതാ. വീട്ടിൽ വന്നു, ഒരു ചായ ഇട്ടു കുടിക്കുന്നു. ആദ്യം തന്നെ എന്താ പറയുക, പടത്തിനെ പറ്റി പറയുമ്പോൾ ഒന്നും പറയാനില്ല. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. പൃഥ്വിരാജ് അണ്ണാ ഇങ്ങനെ എണ്ണിട്ട് വന്നിട്ട് വേണം പറയാൻ. നല്ല സൂപ്പർ മേക്കിംഗ് കേട്ടാ, സൂപ്പർ മേക്കിംഗ്. ഒന്നും പറയാനില്ല. നമ്മുടെ എന്താ പറയുക, മലയാള സിനിമയിൽ ഇതേപോലെ കോൺഫിഡൻറ്റോട് ഇത്ര വലിയ ഒരു സിനിമ എടുക്കാൻ പൃഥ്വിരാജൻ എന്ന് പറയുന്ന വ്യക്തിക്ക് മാത്രമേ കഴിയുള്ളൂ എഴുതി ഒപ്പിടാൻ പറ്റും. ആ രീതിയിലുള്ളൊരു പടമാണ്. തുടക്കം മുതൽ പടം ഇങ്ങനെ പോവാണ്. അതായത് ലാഗ് എന്ന് പറയുന്ന ഒരു സാധനം ഈ സിനിമയിലില്ല. ഓക്കെ. പിന്നെ എന്നെ സംബന്ധിച്ചോളം ഞാൻ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ലൂസിഫറിനെക്കാട്ടിലും എനിക്ക് ഒരുപടി മുമ്പിലോട്ട്, അതായത് ഒരുപടി കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സംശയം പറയാം എമ്പുരാൻ തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ബ്രില്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യങ്ങൾക്ക് മാത്രമല്ല. അതായത് ഇവൻ നമ്മുടെ മോഹൻലാലിന് പുതയ്ക്കാൻ കൊടുക്കുന്ന പുതപ്പും, അല്ലെങ്കിൽ എന്താ പറയുക, മോഹൻലാലിൻ്റെ ഡ്രസ്സ്, അല്ലെങ്കിൽ ഈ ഇന്ദ്രജിത്തിൻ്റെ ഒരു സീനിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു ബ്ലാങ്കറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബ്ലാങ്കറ്റ്, അതേപോലെ അദ്ദേഹത്തിൻ്റെ കുറേ എന്താ പറയുക, എല്ലാത്തിനും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റും, അതേപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈച്ച് ആൻഡ് എവരി പോയിൻ്റ് അവർ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടാണ് ഈ പടം മേക്ക് ചെയ്തേക്കുന്നത്. പിന്നെ കണ്ടിന്യൂറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. കണ്ടിന്യൂറ്റി എന്നൊക്കെ പറഞ്ഞാൽ അടാര കണ്ടിന്യൂറ്റി. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എഴുതി കറക്റ്റായിട്ട് എന്താ പറയുക, നല്ല 1 2 3 4 5 എന്ന് എഴുതി വെച്ചിട്ട് അതേപോലെയാണ് സിനിമകൾ ചെയ്യുന്നതെന്നറിയാം. എങ്കിലും പലർക്കും പലതും മിസ്സായി പോകാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ആ ഒരു മേക്കിങ്ങിൻ്റെ രീതിയും ഈ ഇത്രയും കൊടുത്ത ഹൈപ്പൊന്നും വെറുതെ അല്ലെന്ന് വേണം തന്നെ നമുക്ക് പറയാം. കാരണം ഈ എന്താ പറയുക, ഇങ്ങനെയുള്ള പടങ്ങൾ നമ്മൾ ഈ ഒരുപാട് ഹൈപ്പ് കൊടുത്ത പല പടങ്ങളും കണ്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയുക, നമ്മൾ ഉദ്ദേശിച്ചത്ര ആ ഒരു രീതിയിലേക്ക് വരാറില്ല പല ചിത്രങ്ങൾ. പക്ഷേ ഇത്, അതായത് എമ്പുരാനെ പറ്റി പറയുകയാണെങ്കിൽ അവർ കൊടുത്ത ഹൈപ്പിൻ്റെ അത്രയും തന്നെ ഉണ്ട് ഈ സിനിമയെന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ നല്ല വിശന്നിരിക്കുമ്പോൾ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട ഭക്ഷണം, അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ബിരിയാണി ഇഷ്ടപ്പെടുന്ന ആൾക്ക് ബിരിയാണി, അതല്ലെങ്കിൽ വേറെ ആൾക്ക് വേറെ, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ഭക്ഷണം മുമ്പിൽ കൊണ്ടുവച്ച് തരുമ്പോൾ അത് കഴിച്ച് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലില്ലേ, ആ സാധനമാണ് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഇൻ്റർവെല്ലിൻ്റെ ആ ഒരു എൻഡിങ് ടൈം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, ഭയങ്കര സംഭവം തന്നെ. പിന്നെ പടം ഇങ്ങനെ പോവുകയാണ്. ആ അവർ ട്രെയിലറിലൊക്കെ പറഞ്ഞതും അതേപോലെ പല ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളിയെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്തായിരുന്നു എന്നൊക്കെ അവർ ഈ ചിത്രത്തിൽ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പൃഥ്വിരാജിൻ്റെ കഥാപാത്രം എന്തായിരുന്നു കാണിക്കുന്നുണ്ട്. പിന്നെന്ന് പറയുമ്പോൾ കോമഡി ഇല്ല, കോമഡി ഒന്നും പ്രതീക്ഷിച്ച് നമുക്ക് പോകണ്ട. പടം എന്നാൽ ബോറടിപ്പിക്കത്തൊന്നുമില്ല. പടം ഇങ്ങനെ പോവുകയാണ് ആ ഒരു ഇതിൽ. അതായത് ഒരു സീൻ കഴിഞ്ഞ് അടുത്ത സീൻ, ഒരു സീൻ കഴിഞ്ഞ് അടുത്ത, ചിലപ്പോൾ ലണ്ടനിൽ പോകുന്നു, ചിലപ്പോൾ ഇറാഖിൽ പോകുന്നു. ആ ഒരു ഇത് റേഞ്ചിലാണ്. പല സ്ഥലങ്ങൾ, ഈവൻ കാശ്മീരുണ്ട്. അങ്ങനെയൊക്കെ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുകയാണ്. ലണ്ടനിലും US ഒക്കെ ആയിട്ട് നമ്മുടെ മറ്റേ ഇൻ്റർപോൾ ഏജൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, മറ്റേ പഴയ ലൂസിഫറിനകത്തുള്ള അവരൊക്കെ ഉണ്ട്. അതൊക്കെ ആയിട്ട് ഇങ്ങനെ എന്താ പറയുക, ടൈലൻഡിൽ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഡ്രാഗൺ ആരാണെന്ന് ഞാൻ പറയുന്നില്ല, അതൊരു സസ്പെൻസ് ആയിട്ട് ഇരുന്നോട്ടെ. പിന്നെ അതല്ലാതെ ഒരു ടൈലൻറ്റും കൂടെ ഉണ്ട്, അത് നമ്മൾ കാണാൻ മിസ് ചെയ്യരുത്. അത് പടം കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ പടത്തിനകത്ത് ചില ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോയത്, മിസ്സായിപ്പോയത്. ഇറങ്ങിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ജോലിക്ക് പോകാനുള്ള ആവശ്യങ്ങളൊക്കെ കൊണ്ടിട്ട് പടം ഇറങ്ങിപ്പോയതായിരിക്കും. പക്ഷേ ഞാൻ അവിടെ ഇങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്തു. ഞാൻ വെയിറ്റ് ചെയ്തിട്ട് എന്താ പറയുക, ടൈലൻഡിലെല്ലാം കണ്ടു. നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ചില സിനിമകളെ കാണുമ്പോൾ, എന്നെ സംബന്ധിച്ചോളം ഞാനൊരു സിനിമ കാണുമ്പോൾ അതിനെ ഇങ്ങനെ വീക്ഷിച്ചിട്ട് നമ്മൾ ചില സീനുകൾ കഴിയുമ്പോൾ നമ്മൾ തോന്നും അടുത്ത സീൻ ഇന്നതായിരിക്കണം എന്നുള്ള ഒരു ഇത് വരും. ഓക്കെ. അപ്പോൾ ആ സീൻ കറക്റ്റായിട്ടൊരു സംവിധായകനെ കൊണ്ട് തരാൻ, അതായത് നമുക്ക് കാണികൾ എന്ന രീതിയിൽ നമുക്ക് ആ ഒരു സീൻ അടുത്ത ഇതിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് നിസ്സംശയം പറയാം, അദ്ദേഹം ആൾക്കാരുടെ പൾസറിയുന്ന ഒരു സംവിധായകനാണെന്ന്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, പൃഥ്വിരാജിന് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് അഭിനയത്തിനെക്കാട്ടിലും മികച്ചത് എപ്പോഴും സംവിധാനം തന്നെ ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ 3 ചിത്രങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ, ബ്രോഡാഡി, ലൂസിഫർ, ഇപ്പോൾ ദാ എമ്പുരാൻ. ഇത് പോവും, ഇത് ചെറിയ ഹിറ്റൊന്നുമല്ല.
ഇതൊരു നമ്മുടെ പുഷ്പ 2-ൻ്റെയൊക്കെ റേഞ്ചിലെത്തും. അതായത് റേഞ്ചിലെത്തും മീൻസ് ആ ഒരു കളക്ഷനിലേക്ക് എത്തും. അതിലായാലും നമുക്കെല്ലാം അഭിമാനിക്കാം. നമ്മുടെ മലയാള സിനിമ ഒരു 1500-2000 കോടിയിലേക്ക് എത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു സംഭവം തന്നെയാണ്. പിന്നെ ഇതിനകത്ത് എന്താ പറയുക, പടം കണ്ടിറങ്ങിയിട്ട് എനിക്ക് പല സീനുകളിങ്ങനെ മനസ്സിലായിട്ട് വരും. പിന്നെ നമ്മുടെ ഭരണപക്ഷവും പ്രതിപക്ഷവുമായിട്ടുള്ള ഒരു എന്താ പറയുക, നമ്മുടെ മേടയിൽ ആശാനും മറ്റേ വർമ്മ സാറും ഒക്കെ ആയിട്ടുള്ളൊരു കോൺവെർസേഷനൊക്കെ കൊണ്ട് അത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോൺവെർസേഷനിൽ നമ്മുടെ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങ് വടക്കോട്ട് പോയിട്ട് അവിടെയും ഉള്ള കാര്യങ്ങളൊക്കെ അവർ അത്യാവശ്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും വേണ്ട സാധനങ്ങളെല്ലാം സിനിമയിലുണ്ട്. അതായത് ഒരു ഫൈറ്റിന് ഫൈറ്റ്, പിന്നെ ഡയലോഗ്സിന് ഡയലോഗ്സ്, സ്ക്രിപ്റ്റ് എടുത്തു പറയണം കേട്ടോ. മുരളി ഗോപിയുടെ ആ സ്ക്രിപ്റ്റ് കൊള്ളാം. അതായത് സംവിധാനം വളരെ മികച്ചതാണ്, അതാണ് പടത്തിൻ്റെ ഹൈലൈറ്റ്. പക്ഷേ ചോരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റും. മുരളി ഗോപിയുടെ തിരക്കഥ, സംഭാഷണം എല്ലാം മികച്ചത് തന്നെയാണ്. സംഭാഷണങ്ങൾ ഹിന്ദിയിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എല്ലാം എനിക്കൊന്നും മനസ്സിലായില്ല. ചിലപ്പോൾ ഇനി ഒന്നും കൂടെ പടം ഒന്ന് കാണണം, എന്നാലേ ആ ഹിന്ദി കുറേ ഡയലോഗുകളൊക്കെ മനസ്സിലാകത്തുള്ളൂ. എങ്കിൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പക്ഷേ അത് എനിക്ക് എന്താണെന്ന് പറയാൻ നിങ്ങളുടെ അടുത്ത് കിട്ടുന്നില്ല, കാരണം ആ സെൻറ്റൻസ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ആ ഓരോ ഡയലോഗ് ഡെലിവറി, അതായത് ആ സിറ്റുവേഷനിൽ, അപ്പം നമ്മളിപ്പോൾ നമ്മളെ ലാഗ് ചെയ്യുക അല്ലെങ്കിൽ ബോറടിപ്പിക്കാതിരിക്കണമെങ്കിൽ ആ സിറ്റുവേഷനിൽ അവർ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ ആ ഓരോ പോയിൻ്റുകളുണ്ടല്ലോ, ആ പോയിൻ്റുകളായിരിക്കും പ്രേക്ഷകർ എന്ന നിലയിൽ നമ്മൾ മനസ്സിലേക്ക് വരുന്നതും അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സന്തോഷവും അല്ലെങ്കിൽ നമ്മളെ കുറച്ച് എൻഗേജ് ചെയ്തിരുത്താനൊക്കെ പറ്റുന്ന സാധനം. അതൊക്കെ അവർ നന്നായി ചെയ്തു. അപ്പോൾ അതായത് സ്ക്രിപ്റ്റ് സൂപ്പർ. പിന്നെ ക്യാമറയുടെ കാര്യം എന്താ പറയുക, അടിപൊളി. ക്യാമറയൊക്കെ സൂപ്പറാണ്. ക്യാമറ എഡിറ്റിംഗ് ഒക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. ഓഫ് കോഴ്സ് ബി ജി എം പടത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ളൊരു സാധനമാണ്. അതാണ് നമ്മളുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ. അപ്പോൾ ആ ഒരു സീന് കുറച്ച് എഫക്റ്റ് വരുമ്പോൾ ഓഫ് കോഴ്സ് എഡിറ്റിങ്ങും ബി ജി എമ്മും ഒരു വളരെ അനിവാര്യമായ ഘടകമാണ്. അതൊക്കെ സൂപ്പറാണ്. ആ ക്യാമറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല ഷോട്ടുകളും ഹെലികോപ്റ്ററൊക്കെ വന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഹെലികോപ്റ്ററിൻ്റെ അവിടെ കൂടെ വന്നുള്ള ആ ഷോട്ടുകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്യായം എന്ന് പറഞ്ഞാൽ അന്യായം. പിന്നെ ഇടയ്ക്ക് നമ്മുടെ കട്ടപ്പ വരുന്നുണ്ട്. അത് പിന്നെ എന്താ പറയുക, ഒരു റെഫറൻസ് എടുക്കുമല്ലോ, ഏതൊരു ഡയറക്ടറും പഴയ സിനിമകളിലേക്ക് ഒരു റെഫറൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കട്ടപ്പയുടെ സാധനമൊക്കെ എടുത്തിറക്കി വെച്ചായിരുന്നു. പക്ഷേ എന്നാലും അത് വെറൈറ്റി രീതിയിലാണ് ചെയ്തേക്കുന്നത്. അത് കുഴപ്പമില്ല, നമുക്ക് ബോറടിക്കത്തൊന്നുമില്ല. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഹൻലാലിൻ്റെ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നൊരു ലാലേട്ടൻ ഉണ്ടല്ലോ, ലാലേട്ടൻ്റെ കുറച്ച് സ്റ്റൈല്. അതായത് ഇപ്പം ഖുറേഷി അബ്രഹാം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ലോങ് ബേഡൊക്കെ വെച്ചിട്ട് കുറച്ച് ഗ്രേ ഹെയർ ഈ രണ്ട് സൈഡിലും എന്നെ പോലെ ഇങ്ങനെയൊക്കെ വെച്ച് എന്താ പറയുക, ഒരു നല്ലൊരു സ്പെക്സൊക്കെ വെച്ചിട്ടല്ലേ ഒരു കോട്ടൊക്കെ ഇട്ട് ഞാനിട്ടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ സിനിമയ്ക്ക് പോയപ്പോൾ എടുത്തിട്ടാണ് കേട്ടോ. അവിടെ ഭയങ്കര തണുപ്പുണ്ട്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ലേ 4:30 ആ ഒരു ഷോയ്ക്ക് ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ഫാമിലീസ് കുട്ടികളെ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയൊന്നും കൊണ്ടുപോയില്ലായിരുന്നു. പക്ഷേ ഫാമിലീസൊക്കെ വന്നായിരുന്നു. കാരണം മോളെണിറ്റ് രാവിലെ വരും എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. പക്ഷേ അവിടെ കുറേ ഫാമിലീസിനെയൊക്കെ ഞാൻ കണ്ടു. എല്ലാവരും നല്ലവരും എൻജോയ് ചെയ്തെന്നാണ് പടം എന്താ പറയുക, ഒന്നും പറയാനില്ല കേട്ടോ. സൂപ്പർ സംവിധാനം. പിന്നെ ലാലേട്ടൻ ഓൾറെഡി പൃഥ്വിരാജ് പറഞ്ഞ അറൗണ്ട് 40-45 മിനിറ്റ്സേ ഉള്ളൂ ലാലേട്ടൻ. ബാക്കിയെല്ലാം എല്ലാ കഥാപാത്രങ്ങളും വന്നിട്ട് അവരുടെ ഓരോ പോർഷൻ ചെയ്ത് തീർത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഓരോ റോളുകളുണ്ട്. ആ റോളുകൾ ഓരോ രീതിയിൽ കൺവേ ചെയ്തിട്ട് പോകുന്നു. നമ്മുടെ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകനുണ്ട്, അദ്ദേഹം വരുന്നുണ്ട് ഒരു സീനിൽ. പിന്നെ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ സീനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ സ്റ്റോറി നമുക്ക് എപ്പോഴും 3-ലുണ്ടാവും. പിന്നെ ഡ്രാഗണെ കാണിക്കുന്നുണ്ട്. ഡ്രാഗണൊക്കെ ബനുവനി അതൊന്നും ഞാൻ പറഞ്ഞ് പൊളിക്കുന്നില്ല. പിന്നെ ഒരു സാധനം ലാസ്റ്റുണ്ട്, അതും ഒരു സസ്പെൻസാണ്. പിന്നെ നമ്മുടെ ടോവിനോ ചേട്ടൻ എന്താ പറയുക, നമ്മുടെ വിമൽ നായരുടെ കണക്കുള്ളൊരു സൂട്ടും കോട്ടും ഒക്കെ ഇട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്, അതും കൊള്ളാം. പിന്നെ മഞ്ജു വാര്യരുടെ എനിക്ക് തോന്നുന്നു മഞ്ജു വാര്യർക്ക് ലൂസിഫറിനെക്കാട്ടിലും ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്ത് ചെയ്യാനുണ്ടായിരുന്നു. ലൂസിഫറിനെക്കാട്ടിലും ഒരുപാട് സീനുകൾ മഞ്ജു വാര്യർ വന്നു. മഞ്ജു വാര്യരുടെ ആ ബോൾഡായിട്ടുള്ള ക്യാരക്ടറിനെ നല്ല രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാനൊക്കെ
പുള്ളിക്കാരിക്ക് കഴിഞ്ഞു. അത് എനിക്കൊന്നും അത് നല്ലൊരു എന്താ പറയുക, ആ ഒരു മഞ്ജു വാര്യർ എന്ന നടിയെ ആ സിനിമയിൽ അഭിനയിപ്പിക്കുമ്പോൾ ആ ഒരു സാധനം വേണം. അതായത് എന്നാലും ആ ഒരു സീനൊരു ഇമ്പാക്റ്റ് വരുന്നുള്ളൂ. പിന്നെ ജാൻവി ഉണ്ട്. പിന്നെ നമ്മുടെ ഇന്ദ്രജിത്ത് നമ്മൾ ഉദ്ദേശിച്ച അതേ പൊസിഷനിൽ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. പിന്നെ നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടിന് കുറച്ച് സംഭവങ്ങളുണ്ട്. സുരാജ് വെഞ്ഞാറമൂടും പിന്നെ കൃഷ്ണകുമാർ, അവരെല്ലാവരും അത്യാവശ്യം നല്ല റോളുകളാണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്. അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമ്മുടെ വർമ്മ സാറ്, പിന്നെ നമ്മുടെ ബൈജുണ്ണൻ ഒരുപാട് തക്കടിക്കാനുള്ള ചാൻസ് ഒന്നും കിട്ടിയില്ലെങ്കിലും ഉള്ള സാധനത്തൊക്കെ അണ്ണനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറെക്കുറെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പടം അടിപൊളി. പടം നിങ്ങൾ മസ്റ്റ് വാച്ചാണ്. പടം മസ്റ്റ് വാച്ച് തന്നെയാണ്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് പടത്തിനുള്ളത്. തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള എല്ലാ വകയും സിനിമയ്ക്കകത്തുണ്ട്. ഓരോ സീൻസ് എനിക്ക് സത്യം പറഞ്ഞാൽ ആ സീനുകളൊക്കെ ഇപ്പോഴും എന്താ പറയുക, മനസ്സിൽ നിന്ന് കൊണ്ട് പോകുന്നില്ല. അടിപൊളിയാണ്. ആ ഓരോ ഡ്രോൺ വെച്ചിട്ടുള്ള സീനുകളും പിന്നെ ഓരോ സീനുകൾ നമ്മൾ അത് എന്താ പറയുക, നമ്മൾ ആ കണ്ടെയ്നറൊക്കെ പൊട്ടിത്തെറിക്കുന്ന ലൂസിഫറിലെ കണ്ടിട്ടില്ലേ, മറ്റേ 3 കണ്ടെയ്നർ ഡും പറഞ്ഞ് പൊട്ടത്തില്ലേ, ജയിലർ സിനിമയ്ക്കകത്തൊക്കെ പോകുന്നതാണത്. അപ്പോൾ അതിൻ്റെ വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എപ്പോഴൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് ഓഫ് കോഴ്സ് നിങ്ങൾ പടം നേരിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള കുറേ സാധനങ്ങളാണത്. അപ്പോൾ അതെല്ലാം കൂടെ വെച്ച് നിങ്ങൾ പടം അടിപൊളിയായിട്ട് കണ്ട് എൻജോയ് ചെയ്തോളൂ. നിങ്ങളുടെ ഇപ്പം ഞാൻ അങ്ങനെ റിവ്യൂ ഒന്നും ഇടുന്ന ആളല്ല. അപ്പം എൻ്റെ ഈ റിവ്യൂവിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഈ മെസ്സേജ് കൺവേ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ വളരെ സന്തോഷം. അത് എനിക്കൊരു പ്രചോദനമാവും. എനിക്കൊരു എന്താ പറയുക, ഇനിയുമുള്ള റിവ്യൂകൾ ഇടാനും അല്ലെങ്കിൽ ഇനിയും ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാനൊക്കെ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു പ്രോത്സാഹനം, ഒരു എൻകറേജ്മെൻറ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ എനിവേ എല്ലാവർക്കും നല്ലൊരു എമ്പുരാൻ സീസൺ ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. പടം അടിപൊളിയാണ്. നമുക്ക് പിള്ളേരെ കൊണ്ടുപോകാം. പിന്നൊരു കാര്യം പറഞ്ഞു, ആദ്യം കുറച്ച് ഭാഗങ്ങൾ ഹിന്ദിയൊക്കെ ഉണ്ട് കേട്ടോ. അത് പുള്ളി പറഞ്ഞതുപോലെ തന്നെയാണ്. കുറച്ച് ഭാഗങ്ങൾ ഹിന്ദിയാണ്. ഒരു 30-35 മിനിറ്റ്, 36 മിനിറ്റ് 37 മിനിറ്റോളം ഉണ്ട് ആ സംഭവം ഹിന്ദി. പക്ഷെ നമുക്ക് മനസ്സിലാവുന്ന സിറ്റുവേഷൻസ് തന്നെയാണല്ല, നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. നമുക്കത് ചായ ഇരുന്നിടത്ത് പോയി നമുക്കെല്ലാം മനസ്സിലാവും. അപ്പോൾ എന്താ പറയാൻ ഒരുപാടുണ്ട് പടത്തിനെ പറ്റി. പക്ഷേ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ എല്ലാവരും പോയി എമ്പുരാൻ കണ്ട് അടിച്ച് പൊളിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ, ഹാവ് എ ഗുഡ് ഡേ.